തങ്കഭസ്മ കൂറയിട്ട തമ്പുരാട്ടി നിന്റെ ഇളനീർ കുടമിന്നുടയ്ക്കും ഞാൻ. പാട്ടും പാടി നിൽക്കുക, ഇതുവരെ കഴിഞ്ഞില്ലേ? ഇന്ന് ഓഡിറ്റിംഗ് ഉള്ള ദിവസമാണെന്ന് ഇന്നലെ ഞാൻ നിന്നോട് പറഞ്ഞിരുന്നല്ലേടാ. നേരം വെളുത്ത് കുളിച്ച് ശുദ്ധായി മുതലാളി അമ്പലത്തിലൊക്കെ പോയിട്ട് വരുന്നതല്ലേ. രാവിലെ തന്നെ ഡ്രൈവറോട് ചൂടായ ഡ്രൈവർക്ക് തരാ ശരിക്കടാ. മുതലാളിയുടെ ഓഡിറ്റിംഗ് ഇന്നല്ല, നാളെയാ. മുതലാളി അത് മറന്നു. ഓ ശരിയാ. തലക്കനം കണ്ടാത്തൊന്നും ബാക്കിയുള്ളവർക്കൊന്നും ഓഡിറ്റിംഗും മണ്ണാങ്കട്ടൊന്നും ഇല്ലെന്ന്. സ്വന്തം കുടുംബത്തെ ഒന്ന് ഓഡിറ്റ് ചെയ്ത കാലം ഞാൻ മറന്നു. 24 മണിക്കൂറും പണി പണി പണി. ഇതാ പറയണത് സ്വന്തക്കാരുടെ കൂടെ ഒന്നും പണിക്ക് പോകാൻ പാടില്ലെന്ന്. നീ ഇതൊന്നും കാണുന്നില്ല എന്റെ പറശ്ശിനിക്കട മുത്തപ്പാ. വെറുതെ ഇരിക്കുമ്പോഴൊക്കെ ശ്രദ്ധിക്കേ. നേരം ഇത്രയായിട്ടും ബാലഭാസ്കരൻ എണീറ്റില്ലേ ഭാഗീരഥി? അവൻ നല്ല ഉറക്കമാ, ഉണർത്തണ്ട. ഇന്നലെ എപ്പോഴാ ഉറങ്ങിയെന്ന് ആർക്കറിയാം. ഞാൻ കിടക്കാൻ വരുമ്പോഴും അവനെന്തോ എഴുതിക്കൊണ്ടിരിക്കുകയായിരുന്നു. അവനെന്തോന്ന് അർദ്ധരാത്രി വരെ എഴുതിക്കൊണ്ടിരിക്കുന്നേ. അവന്റെ തന്തയുടെ കല്യാണക്കുറി. പെറ്റ അന്ന് മുതലേ അവനെ നീ വഷളാക്കാൻ തുടങ്ങിയതാ. റോക്കറ്റ് പോലെ വളർന്നു എന്നല്ലാതെ ഈ ദിവസം വരെ അവനെ കൊണ്ട് എനിക്ക് ഒരു ഗുണവും ഉണ്ടായിട്ടില്ല. മാസത്തിൽ ഒരു ദിവസമെങ്കിലും അവൻ എന്നെ ഈ ബിസിനസ്സിലൊക്കെ ഒന്ന് സഹായിച്ചുകൂടെ ഭാഗ്യം? ഓ, ഇനിയിപ്പൊ അവൻ സഹായിച്ചിട്ട് വേണമല്ലോ നിങ്ങൾക്ക് റേഷൻ വാങ്ങിക്കാൻ. അച്ഛനും അച്ഛനും കൂടി കോടിക്കണക്കിന് ഉണ്ടാക്കിയിട്ടില്ലേ? ഇനിയുള്ള കാലം അവനെങ്കിലും ഇത്തിരി മനസമാധാനത്തോടെ ജീവിക്കട്ടെ. അയ്യോ ഓടി പറഞ്ഞേ, കൊച്ചുമുതലാളി സ്വപ്നലോകത്തേക്ക് തലേണ കെട്ടിപ്പിടിച്ചു പോണേ. കൊച്ചുമുതലാളി ഓ, ഇവനൊക്കെ തലയിള വിൽക്കാൻ റോഡിന് നടുക്കൂടുത്ത് നടക്കണോ? ഫുട്പാത്തില്ലേ പന്താരം പിടിക്കാൻ? അയ്യോ, ഇതെന്റെ ബാലഭാസ്കരനല്ലേ? ബാലഭാസ്കര, അമ്മാവാ എന്താ ഇത് വന്നേ? ഹലോ, ആത്മഹത്യയാണോ ഉദ്ദേശം? അയ്യോ അല്ല, ഉറക്കത്തിൽ എതിൽ നടന്നതാ. കേറ്. പോവാം പോവാം പോവാം. നേരം വെളുത്ത് ആസനത്തിൽ സൂര്യൻ ഉദിച്ചാലും പോത്തുപോലെ കിടന്നുറങ്ങിക്കൂടാ. അപ്പൊ തലേണ മാത്രമല്ല കട്ടിൽ വരെ നീ എടുത്തോണ്ടാണ്. എടാ നിന്നോടാ. അളിയിലൊന്ന് ക്ഷമിക്ക്. ഒരബദ്ധവും പറ്റാതെ അവനെ എത്തിയില്ലേ, അത് തന്നെ ദൈവാധീനം. നടുറോട്ടിൽ കൂടെ ഈ തലേനയും കെട്ടിപ്പിടിച്ച് ഈ പ്രായത്തിൽ നീ നടക്കുന്ന 4 ആള് കണ്ടാൽ നിന്റെ അച്ഛന് കുറച്ചു നല്ലിയൂടാ. എന്നാ പിന്നെ നാളെ മുതൽ ഇവിടുത്തെ വേലക്കാരി ജാനുവിനെയും കെട്ടിപ്പിടിച്ചോണ്ടേ നടക്കാം. അച്ഛനും അമ്മമാർക്ക് ഇത്തിരി അന്തസ് കൂടിക്കോട്ടെ. എന്താ? ഞാൻ കേട്ടു പറഞ്ഞത്. കൊച്ചുമുതലാളി എന്തിനാ ഇത്ര പരസ്യമായിട്ട് ഇതൊക്കെ വിളിച്ചു പറഞ്ഞത്? ഇങ്ങനെ ഒരു കാര്യം മനസ്സിലുണ്ടെന്ന് ഞാൻ അറിഞ്ഞിരുന്നില്ല കേട്ടോ. അത് നീ ചൂല അങ്ങോട്ട് മാറ്റിപ്പിടി. ഇനി നീ അങ്ങോട്ട് മാറ്. ഇതേതാടാ ഈ തലോണ? ഇതാണ് അച്ചച്ച പ്രഭാവതി തലേണ. ഇവളുടെ കൂടെയല്ലേ ഞാനിന്ന് മോർണിംഗ് വാക്കിന് പോയത്. നീ പരിചയപ്പെടുന്ന പെണ്ണുങ്ങൾ എന്താടോ ഒടിയന്മാരാണോ? ദിവസവും ഓരോന്നോരോ തലവണയായിട്ട് മാറുന്നുണ്ടല്ലോ. ഓ, അവന്റെ ഒക്കെ ഒരു ഭാഗ്യം. വയസ്സായാ പിന്നെ എല്ലാം പോക്കാ. എല്ലാ ജാനു എനിക്കറിയില്ല. ഇതിന് ഇത്ര ബഹളം വെച്ച് തുള്ളാനൊന്നുമില്ല. ഇതിനു മുമ്പും പല പ്രാവശ്യം ഉറക്കത്തിൽ അവൻ എഴുന്നേറ്റ് പോയിട്ടുണ്ടല്ലോ. പോയപ്പോഴൊക്കെ ഒരേ അബദ്ധവും പറ്റാതെ തിരിച്ചു വന്നിട്ടുമുണ്ട്. പാരമ്പര്യമായിട്ട് കിട്ടിയതാണെന്ന് അറിയാവല്ലോ. അതറിഞ്ഞോണ്ട് ഈ കുഞ്ഞിനെ ഇങ്ങനെ വേദനിപ്പിക്കണോ? അതും നേരാ. അളിയിലത് കാര്യമാക്കണ്ട. ഒന്നുമില്ലേലും തലേനയും കെട്ടിപ്പിടിച്ചതൊക്കെ ഒരു മകനെങ്കിലും അളിയിലുണ്ടല്ലോ. എന്നെ നോക്കി, കല്യാണം കഴിഞ്ഞിട്ട് കൊല്ലം 10ആയി. എന്റെ വീട്ടിൽ ഇപ്പോഴും തലേണ മാത്രമേ ഉള്ളൂ. അളിയാ, ബാലഭാസ്കരൻ നല്ലൊരു ചെറുപ്പക്കാരനാ. നല്ല അന്തസ്സും സ്നേഹമുള്ള ചെറുപ്പക്കാരൻ, സുന്ദരൻ. പുറമേ കീരിയും പാമ്പും പോലാണെങ്കിലും സത്യം പറ, നിങ്ങൾ തമ്മിൽ ഉള്ളിന്റെ ഉള്ളിൽ വല്ലാത്തൊരു ബന്ധമില്ലേ? അത് ശരിയാ സദാശിവ. പക്ഷെ അവന്റെ കൂട്ടുകെട്ടുകൾ അല്പം കുഴപ്പം. ഈ റാണി തേനീച്ചയുടെ ചുറ്റും 100 കണക്കിന് ആൺതേനീച്ചകൾ കൂടില്ലേ, അതുപോലെ അവന്റെ ചുറ്റും ഒന്നിനും കൊള്ളാത്ത കുറെ പേരുണ്ട്. അതിൽ നിന്ന് അവൻ രക്ഷപ്പെട്ടേ പറ്റൂ. ഞാനുള്ള കാര്യം പറയാം മുതലാളി. ശരിക്കും പറഞ്ഞ കൊച്ചുമുതലാളിയുടെ ചുറ്റും തേനീച്ചകളല്ല ഇപ്പോൾ ഉള്ളത്. കടന്നല, നല്ല അസല് കടന്നല്. അതിലൊരുത്തനോ ഒരുത്തി അറിഞ്ഞെന്ന് കുത്തിയാ മതി, പിന്നെ ബംഗ്ലാവിന്റെ അഡ്രസ് പോലും കാണൂല. മരക്കഴുതേ, എടാ ഡ്രൈവറുടെ വേഷം കെട്ടിയ കാറിന്റെ സ്റ്റിയറിംഗ് പിടിച്ച് തിരിച്ചാ മതി. ഈ വീടിന്റെ സ്റ്റിയറിംഗ് തിരിക്കാൻ ഇവിടെ വരെ ആണുങ്ങളുണ്ട്. അളിയാ, ഇവിടെ ഫ്ലെറ്റിൽ കൊടുക്കാൻ. എന്തിനാ? ഇവന്റെ ഒക്കെ ദേഹത്ത് അടിച്ചു കൊടുക്കാൻ. ഒക്കെ വിഷമാ, ചത്തുപൊട്ടത്. ഓരോരുത്തരെ നിർത്തേണ്ടടുത്ത് നിർത്താത്തത് കൊണ്ടാ. അതെ, എക്സ്ക്യൂസ് മീ. മുതലാളി തരുന്ന ഉപ്പും ചോറും കൂട്ടി ജീവിക്കുന്നിടത്തോളം കാലം ഏത് ചീത്ത കൂട്ടുകെട്ടിൽ നിന്നും കൊച്ചു മുതലാളിയെ എന്ത് വില കൊടുത്തും ഈ കേശം കൂട്ടി രക്ഷിച്ചിരിക്കും. അതിങ്ങനെ വലിയ കാര്യം പോലെ നീ വിളിച്ചു കൂവണ്ട.
അതിന് തന്നെ ഞാൻ നിന്നെ ഇവിടെ നിർത്തിയിരിക്കുന്നത്. അല്ലാതെ നീ എന്റെ ചിറ്റമ്മയുടെ മകളുടെ ഭർത്താവിന്റെ സഹോദരിയുടെ മകനായതുകൊണ്ടൊന്നും അല്ല. ഇത്ര അടുത്ത ബന്ധമായിട്ട് മുതലാളിക്ക് എന്നെ വിശ്വാസമില്ലല്ലേ? എനിക്ക് കുറച്ച് സമയം താ. കൊച്ചു മുതലാളിയുടെ മടിയിന്ന് ഒരു കടന്നലിനെ ഞാൻ ഇപ്പൊ പിടിച്ചു തരാം. ഉം. നിനക്ക് ചായയും കാപ്പിയൊന്നും വേണ്ടേ മോനെ? വേണം. ഇന്ന് എന്താ പലഹാരം? അച്ഛന് ചപ്പാത്തി ഉണ്ടാക്കി, പദമുള്ളതേ കഴിക്കൂന്ന് പറഞ്ഞതുകൊണ്ട് അച്ഛന് ഇഡ്ഡലി ഉണ്ടാക്കി. നിനക്കിനിയിപ്പൊ എന്താ വേണ്ടത്? എനിക്ക് പെട്ടെന്ന് വിഴുങ്ങാവുന്ന എന്തെങ്കിലും മതി. എന്നാലും കല്ലെടുത്ത് വിഴുങ്ങ്. പെട്ടെന്ന് വിഴുങ്ങാൻ പറ്റിയത് അത് മാത്രമേ ഇപ്പൊ ഇവിടെ ഉള്ളൂ. മതി. ഇത്തിരി മസാല അരച്ച് ഒന്ന് മൂപ്പിച്ചെടുത്ത 4-5 കല്ല് അമ്മയുടെ കയ്യിൽ നിന്ന് കിട്ടിയാ അതിനും ഉണ്ടാവില്ല ഒരു ടേസ്റ്റ്. ഒന്ന് പോടാ. അല്ലാന്ന് പറയാൻ പറ്റുമോ? എന്റെ ഭാഗ്യരതി അമ്മേ. ഓന് പുട്ട് മതിയാ? മതി. 4-5 പപ്പടം കൂടി കിടന്നോട്ടെ. കടിക്കുമ്പോ ഇത്തിരി ശബ്ദം ഉണ്ടാവുമല്ലോ. ആ സ്നേഹത്തിൽ എന്തോ ഒരു കള്ളത്തരമുണ്ട്. അത് കണ്ടുപിടിക്കാൻ എന്നെ ഒന്ന് അറിഞ്ഞു സഹായിക്കണേ ഭഗവതി. എന്റെ നിലനിൽപ്പിന്റെ പ്രശ്നമാണേ. പ്ലീസ് തായേ. ഓ, മോന് കുടിക്കാൻ എന്താ വേണ്ടത്? ചായയോ കാപ്പിയോ? പാല് മതി. 2 ഗ്ലാസ് പാല്. അയ്യോ, 2 ഗ്ലാസോ? 2 ഗ്ലാസ് പോയിട്ട് 1/2 ഗ്ലാസ് പാല് നീ ഇവിടെ ഇല്ല. മുഴുവനും അച്ഛൻ കുടിച്ചു. തപ്പണ്ട, പാല് കിട്ടിയില്ല. സത്യമാണോടാ നീ പറയുന്നത്? ഇത് സത്യം അല്ലെങ്കിൽ മുതലാളി എന്റെ തല വെട്ടിക്കോ. കൊച്ചു മുതലാളിയുടെ മുറിക്കകത്ത് നമ്മൾ വേരോടെ പിഴുതെറിയേണ്ട ഒരു ചീത്ത കൂട്ടിട്ടുണ്ട്. അത് വെറും കിടന്നലല്ല, നല്ല കരിങ്കടന്നലാ. ഒരു കുത്ത് കിട്ടിയാ മതി, മുതലാളിയുടെ നെടുന്തൂണ് വരെ ആടും. സമയം കളയാതെ അവനെ പിടിച്ച് പട്ടം പറപ്പിക്കും എന്റെ മുതലാളി. നീ ഒരു കാര്യം ചെയ്യ്. ഒരു ബക്കറ്റ് ചൂടുവെള്ളം ഇങ്ങെടുക്കുക. ഒന്ന് നിന്നേ, പറയട്ടെ. ഞാൻ പറയട്ടെന്ന്. നിങ്ങൾ എന്തിനാ ചൂടുവെള്ളം കൊണ്ട് ഓടുന്നേ? നമ്മുടെ മോനെ ഒന്ന് തേച്ച് കുളിപ്പിക്കാം. അതെ, അതെ. അയ്യോ, അവന്റെ ബാത്റൂമിലെ ഹീറ്റർ ഇന്നലെ റിപ്പയർ ചെയ്തു. ചൂടുവെള്ളം അതിൽ തന്നെ ഉണ്ടെന്ന്. ആ ചൂട് പോരടി അവന്. നല്ല വെട്ടിത്തിളച്ച വെള്ളം തന്നെ വേണോന്ന്. ഓരോരുത്തരുടെ താല്പര്യമേ. എന്താ കാര്യം? കാര്യം പറയാം, നീ അങ്ങോട്ട് മാറി നിൽക്ക്. അച്ഛനായാലും ശരി, മോനായാലും ശരി, അനുവാദമില്ലാതെ ഇതിനകത്ത് കിടക്കാൻ ഞാൻ സമ്മതിക്കില്ല. കടന്ന നീ എന്ത് ചെയ്യൂടാ? എന്നെ അടുത്ത് വിഴുങ്ങൂ. പറ, അതങ്ങോട്ട് വീശി ഒഴിക്കടാ. എന്താ എന്താ അവിടെ? ഞാൻ പറഞ്ഞില്ലേ മുതലാളി, ഇപ്പൊ കണ്ട. ആ ശവത്തിനെ ഇതിനകത്ത് കയറ്റരുതെന്ന് നിന്നോട് ഞാൻ എപ്പോഴും പറയാറില്ലേ? തുരപ്പനെ പോലെ രാത്രി ഇതിനകത്ത് കയറി ആരും കാണാതെ പതുങ്ങിയിരിക്കാൻ അവനാരാ? ഗന്ധർവനോ? ഗന്ധർവനൊന്നുമല്ല, എന്റെ അടുത്ത സുഹൃത്താ കുഞ്ഞുണ്ണി. അവനെപ്പോലെ ചില കൂട്ടുകെട്ടുകൾ നിന്റെ കൂടെ ഉള്ളിടത്തോളം കാലം ഈ ജന്മം ഒന്നല്ല, അടുത്ത 10 ജന്മത്തേക്ക് നീ നന്നാവാൻ പോണില്ല. ഇനി അവനെ ഇവിടെ കണ്ട ഇപ്പൊ വന്നത് ചൂടുവെള്ള, ഇനി വരുന്നത് വെടിയുണ്ടയായിരിക്കും. ഞാൻ പറഞ്ഞില്ലെന്ന് വേണ്ട. തിളങ്ങുന്ന ഷർട്ടും പാന്റും ഇട്ട് മുടിയും ചീകി പൗഡറും ഇട്ട് സ്പ്രേയും പൂശി കണ്ട അലവലാദികളുമായി സ്വർഗം കളിച്ച് നടക്കാതെ അവനോട് അന്തസ്സായി അടങ്ങി ഒതുങ്ങി ജീവിക്കാൻ പറ. തന്തയായിപ്പോയില്ലേ, അല്പം മനസമാധാനം എനിക്കും കിട്ടിക്കോട്ടെ. അധ്വാനിച്ചു കൂട്ടിയതുകൊണ്ടായില്ല, ഇത്തിരി പാവങ്ങൾക്കും കൊടുക്കണം. ഒരു കുറ്റി പുട്ട് ആ പാവം കട്ടിലിനടിയിലിരുന്ന് കഴിച്ചു എന്ന് വെച്ച് റബ്ബർ കച്ചവടക്കാരൻ കൈമള് മുതലാളിയുടെ ബാങ്ക് ബാലൻസ് ഒന്നും ഇടിഞ്ഞു വീഴാൻ പോണില്ല. അതും ശരിയാണ് മുതലാളി. പോടാ.